ഹലോ, വെൽക്കം ടു ലീപ് ട്രെയിനിങ്. നിങ്ങൾക്ക് CMA കുറിച്ചൊക്കെ കുറച്ചൊക്കെ അറിയാമെന്നറിയാം. എന്നാലും നമുക്കൊന്ന് ഡിഫൈൻ ചെയ്യാം എങ്ങനെയാണ് നമ്മൾ CMA കാണുന്നതെന്നുള്ളത്. അല്ലെങ്കിൽ ശരിക്കും CMA എന്ന് പറഞ്ഞാൽ 12 ക്രിട്ടിക്കൽ സ്കിൽസാണ് നമ്മൾ പഠിക്കുന്നത് CMAയിൽ. 12 ക്രിട്ടിക്കൽ സ്കിൽസിൽ മാസ്റ്റർ ആകുക എന്നുള്ളതാണ് CMA കൊണ്ട് ഉദ്ദേശിക്കുന്നത്, CMA USA കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ 12 ക്രിട്ടിക്കൽ സ്കിൽസ് എന്ന് പറയുന്നത് ഒരു അക്കൗണ്ടൻറ്റ് മുതൽ ഏറ്റവും ടോപ്പ് പൊസിഷനായിട്ടുള്ള ഫിനാൻഷ്യലായിട്ടുള്ള CFO, VP ഫിനാൻസ് ഓർ CEO, ഈ ഇത്രയും ആളുകൾ വർക്ക് ചെയ്യുന്ന പ്രൊഫൈലുണ്ടല്ലോ, ഈ അക്കൗണ്ടൻറ്റ് മുതൽ CFO വരെയുള്ള വർക്ക് പ്രൊഫൈൽസ് ഉണ്ടല്ലോ, അത് കവർ ചെയ്യുന്നതാണ് ഈ 12 ക്രിട്ടിക്കൽ സ്കിൽസ്. അപ്പോൾ അതിനർത്ഥം നിങ്ങളിതിൽ മാസ്റ്ററായി കഴിഞ്ഞാൽ അക്കൗണ്ടൻറ്റ് മുതൽ CFO വരെയുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും എന്നുള്ളതാണ് CMA കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത്രയേ ഉള്ളൂ CMA. 12 ക്രിട്ടിക്കൽ സ്കിൽസിൽ നമ്മൾ മാസ്റ്റർ ആവുന്നു. ഈ 12 ക്രിട്ടിക്കൽ സ്കിൽസിനെ രണ്ടായിട്ട് അവർ വിഭജിച്ചിട്ടുണ്ട്. അതിനെ പാർട്ട് 1, പാർട്ട് 2. ഓക്കെ, അപ്പോൾ പാർട്ട് 1-ൽ 6 ക്രിട്ടിക്കൽ സ്കിൽസ്, പാർട്ട് 2-ൽ 6 ക്രിട്ടിക്കൽ സ്കിൽസ്. ഇങ്ങനെയാണ് IMA നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഇത്രയേ ഉള്ളൂ CMA USA. 12 സ്കിൽസ് രണ്ടായിട്ട് ഭാഗിച്ചിട്ടുണ്ട്, പാർട്ട് 1, പാർട്ട് 2. ഈ പാർട്ട് 1-ന് നമ്മൾ വിളിക്കുന്ന പേരാണ് ഫൈനാൻഷ്യൽ പ്ലാനിങ്, പെർഫോമൻസ് ആൻഡ് അനലിറ്റിക്സ്. ഓക്കെ, പാർട്ട് 2-ന് വിളിക്കുന്ന പേരാണ് സ്ട്രാറ്റജിക് ഫൈനാൻഷ്യൽ മാനേജ്മെൻറ്റ്. ഇതിൽ നമുക്ക് പാർട്ട് 1-ഓ പാർട്ട് 2-ഓ ഏത് വേണമെങ്കിലും നമുക്ക് പഠിച്ചു തുടങ്ങാം. ഇനി ഓർഡറിൽ നമുക്ക് തുടങ്ങാം. ഓക്കെ, ഇനി ഇത് പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിനി അടുത്തത് എക്സാമാണ് വരുന്നത്. ഓക്കെ, വർഷത്തിൽ നമുക്ക് 3 തവണ എക്സാം എഴുതാൻ സാധിക്കും. ഓക്കെ, 3 തവണ എന്ന് പറയുമ്പോൾ 3 വിൻഡോസ് എന്നുള്ള രീതിയിലാണ് IMA ഇതിനെ കണക്കാക്കിയിട്ടുള്ളത്. ജനുവരി ഫെബ്രുവരി ആകുമ്പോൾ ഒരു വിൻഡോ, അത് കഴിഞ്ഞാൽ പിന്നെ നെക്സ്റ്റ് വിൻഡോ എന്ന് പറയുന്നത് മെയ് ജൂൺ, അത് കഴിഞ്ഞാൽ സെപ്റ്റംബർ ഒക്ടോബർ. ഇങ്ങനെ 3 വിൻഡോ. നമ്മൾ എക്സാമിനൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ കാര്യങ്ങളൊക്കെ പഠിച്ചു, പാർട്ട് 1 ആണോ പാർട്ട് 2 ആണോ ഏതാണെങ്കിലും നമ്മളത് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുന്നു, IMA മെമ്പർഷിപ്പ് എടുക്കുന്നു, എക്സാം ഫീസ് കൊടുക്കുന്നു, ഡേറ്റ് എടുക്കുന്നു. ഓക്കെ, ഡേറ്റ് എടുക്കുന്നത് പ്രൊമെട്രിക് സെൻറ്ററിൻ്റെ വെബ്സൈറ്റിൽ പോയിട്ട് നമുക്ക് ഡേറ്റ് എടുക്കാൻ സാധിക്കും. ഓക്കെ, നമുക്ക് ഈ പറഞ്ഞ ജാൻ-ഫെബിലാണ് നമ്മൾ എഴുതുന്നതെങ്കിൽ ജാൻ-ഫെബിൽ നമ്മൾ പ്രൊമെട്രിക് സെൻറ്ററിൻ്റെ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ അവൈലബിൾ ഡേറ്റും ടൈമും കാണാം. നമ്മളതിൽ ക്ലിക്ക് ചെയ്യുന്നു, സെലക്ട് ചെയ്യുന്നു. മെയ് ജൂൺ ആണെങ്കിൽ അങ്ങനെ, സെപ്റ്റംബർ ഒക്ടോബർ ആണ് അങ്ങനെ. അപ്പോൾ പ്രൊമെട്രിക് സെൻറ്ററിൽ എന്ന് പറയുന്നത് UAE ദുബായിലുണ്ട്, നോളജ് വില്ലേജിൽ, അബുദാബിയിൽ ഡെൽമ പാർക്കിൻ്റെ അടുത്താണ് പ്രൊമെട്രിക് സെൻറ്റർ. ട്രിവാൻഡ്രത്തുണ്ട്, ബാംഗ്ലൂരുണ്ട്, പിന്നെ സൗദിയിലുണ്ട്, ഖത്തറിലുണ്ട്, ബഹ്റൈൻ, അങ്ങനെ 150 കൺട്രീസിൽ നമുക്ക് എക്സാം സെൻറ്റേഴ്സ് ഉണ്ട്. നമുക്ക് എവിടെ വേണമെങ്കിലും പോയിട്ട് എക്സാം എഴുതാം, നോ പ്രോബ്ലം. ഓക്കെ, നമ്മൾ ഈ പറഞ്ഞ മാസങ്ങളിൽ മാത്രമേ എഴുതാൻ സാധിക്കുകയുള്ളൂ. ഇനി എക്സാം എങ്ങനെയാണെന്ന് പറയാം. എക്സാം എന്ന് പറയുന്നത് 4 ഹവറാണ് ഒരു എക്സാം. പാർട്ട് 1 4 ഹവർ, പാർട്ട് 2 4 ഹവർ. ഓക്കെ, ഈ 4 ഹവറിനെ തന്നെ 2 സെഷൻസ് ആയിട്ടാണ് എക്സാം കണ്ടക്ട് ചെയ്യുന്നത്. ഫസ്റ്റ് സെഷൻ എന്ന് പറയുന്നത് ഫസ്റ്റ് 3 ഹവേഴ്സാണ്. ഓക്കെ, ഫസ്റ്റ് 3 ഹവേഴ്സ് എന്ന് പറയുമ്പോൾ ഈ 3 ഹവേഴ്സിൽ നമുക്ക് 100 മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ് IMA തരിക. ഓക്കെ, 100 മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ്. ഈ 100 മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസിൽ നമ്മളൊരു 65% എങ്കിലും സ്കോർ ചെയ്യണം മിനിമം. ഓക്കെ, മിനിമം സ്കോർ 65% വേണം. എങ്കിൽ നമ്മളെ നെക്സ്റ്റ് സെഷനിലേക്ക് IMA കൊണ്ടുപോകും. സെയിം കമ്പ്യൂട്ടർ സിസ്റ്റത്തിൽ തന്നെ, അപ്പോൾ തന്നെ നെക്സ്റ്റ് ലെവലിലേക്ക് നമ്മൾ എക്സാമിലേക്ക് കൊണ്ടുപോകും. ലെസ് ദാൻ 65 ആണെങ്കിൽ നമ്മൾ അപ്പം തന്നെ ഫെയിലായി, അപ്പം തന്നെ നമ്മളെ റിസൾട്ട് വരും, യു ഫെയിൽഡ്, സോറി, ബെറ്റർ ലക്ക് നെക്സ്റ്റ് ടൈം. നമുക്ക് വീണ്ടും നെക്സ്റ്റ് വിൻഡോയിലേക്ക് എഴുതാം. ഇനി നിങ്ങൾ 65-ഓ അതിൽ മുകളിലോ സ്കോർ ചെയ്തു എന്ന് വിചാരിക്കുക. അപ്പോൾ പിന്നീട് ബാക്കിയുള്ളത് 1 മണിക്കൂറാണ്, 4 മണിക്കൂർ അല്ലേ. ആദ്യത്തെ 3 മണിക്കൂർ നമുക്ക് 100 മൾട്ടിപ്പിൾ ചോയ്സ് തന്നു, നമ്മൾ മോർ ദാൻ 65% സ്കോർ ചെയ്തു. ദെൻ ദേ ആർ ടേക്കിംഗ് ടു ദ നെക്സ്റ്റ് ലെവൽ. നെക്സ്റ്റ് ലെവൽ എന്ന് പറയുന്നത് 1 ഹവറാണ്. ആ 1 ഹവറിനെ 2 സെഷൻസായിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ട് IMA. ഓക്കെ, ഫസ്റ്റ് 30 മിനിറ്റ്സിൽ നമുക്ക് ഒരു സിനാരിയോ തരും. സിനാരിയോ അല്ലെങ്കിൽ എസ്സേ, നമ്മുടെ ഭാഷയിൽ എസ്സേ എന്ന് പറയും. അപ്പോൾ ആക്ച്വലി നമ്മുടെ എസ്സേ പോലെയൊന്നും അല്ല ഈ എസ്സേ കേട്ടോ. ഇവിടെ എന്താ വെച്ചാൽ 30 മിനിറ്റ്സിൽ ഒരു റിയൽ ലൈഫ് സിനാരിയോ, അതായത് ഒരു സംഭവം നമുക്ക് തരും. ഓക്കെ, ആ റിയൽ ലൈഫ് തന്നു കഴിഞ്ഞാൽ അതിനടിയിൽ ഒരു 3-4 സബ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഈ സബ് ക്വസ്റ്റ്യൻസ് നമ്മൾ സ്ട്രേറ്റ് ടു ദ പോയിൻറ്റ്, ഒരുപാട് വാരി വലിച്ചിട്ടൊന്നുമല്ല, സ്ട്രേറ്റ് ടു ദ പോയിൻറ്റ് ടൈപ്പ് ചെയ്യുക. എന്താണോ നിങ്ങൾക്ക് നിങ്ങളുടെ നോളജ് നിങ്ങൾ അപ്ലൈ ചെയ്യാൻ പോകുന്നത്, അത് എന്താണോ അവർ ചോദിക്കുന്നത് അതിന് സ്ട്രെയിറ്റ് ആയിട്ടുള്ള ആൻസേഴ്സ്, ഒരുപാടൊന്നും എഴുതണ്ട. IMA നിങ്ങളെ നാട്ടിലൊക്കെ എക്സാമൊക്കെ പോലെ ഒരുപാട് ക്വസ്റ്റ്യൻ എഴുതിയിട്ടുണ്ടോ എന്ന് നോക്കിയിട്ടൊന്നും അല്ല ആൻസർ ചെയ്യുന്നത്, നിങ്ങൾ എഴുതിയത് കറക്റ്റാണോ എന്നുള്ളതാണ് നോക്കുന്നത്. ആക്ച്വലി ഈ എസ്സേ സെഷൻ, സിനാരിയോ സെഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ CMAക്ക് പഠിച്ച 12 സ്കിൽസ് ഉണ്ടല്ലോ. ഇപ്പോൾ പാർട്ട് 1 ആണെങ്കിൽ 6 സ്കിൽസ്. ആ 6 സ്കിൽസ് നിങ്ങൾ റിയൽ ലൈഫ് സിനാരിയോയിൽ അപ്ലൈ ചെയ്യാൻ ക്യാപ്പബിൾ ആണോ എന്നാണ് ചെക്ക് ചെയ്യുന്നത്.
ഓക്കെ. കാരണം ഇത് അപ്ലിക്കേഷൻ ഓഫ് നോളജിന് വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു കോഴ്സാണ് CMA USA. അത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ക്വാളിറ്റി ഉണ്ടാവും. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, CFO വരെയുള്ള പൊസിഷനിലെ ജോബ് കവർ ചെയ്യുന്ന രീതിയിൽ, അല്ലെങ്കിൽ അവരുടെ റെസ്പോൺസിബിലിറ്റി കവർ ചെയ്യുന്ന രീതിയിലാണ് IMA കോഴ്സ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിനർത്ഥം അതുവരെയുള്ള ജോബ് ചെയ്യാനുള്ള പ്രാപ്തി നിങ്ങൾക്ക് ഉണ്ടായിരിക്കുന്നത് പാസ്സാകുമ്പോൾ. അപ്പോൾ അത് ചെക്ക് ചെയ്യാനുള്ളൊരു ഓപ്ഷനാണ് ഈ സിനാരിയോ അല്ലെങ്കിൽ എസ്സേ സെഷൻ എന്ന് പറയുന്നത്. അവിടെ നിങ്ങളെ കാര്യങ്ങൾ ഡയറക്റ്റ് ടൈപ്പ് ചെയ്യാം. ഒരുപാട് വലിച്ചു വാരി ടൈപ്പ് ചെയ്യാനൊന്നുമില്ല. ഗ്രാമേഴ്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അവർ നോക്കില്ല. കാര്യങ്ങൾ നിങ്ങൾ പറയുന്നുണ്ടോ, നിങ്ങൾക്കറിയോ, നിങ്ങൾക്കത് അപ്ലൈ ചെയ്യാൻ പ്രാപ്തിയുണ്ടോ, ദാറ്റ്സ് ഇറ്റ്. ഓക്കെ. അപ്പോൾ വളരെ സിമ്പിളാണത്. അപ്പോൾ അതൊന്ന് ടെസ്റ്റ് ചെയ്യും അവർ. ഇനി നമ്മളിപ്പോൾ എസ്സേ എഴുതിയെന്ന് വിചാരിക്കുക. അത് കഴിഞ്ഞ് എക്സാം ഫിനിഷ് ചെയ്ത് കഴിഞ്ഞാൽ 6 വീക്സ് കഴിഞ്ഞാലാണ് നമ്മൾ റിസൾട്ട് വരിക. റിസൾട്ട് നമുക്ക് ഇമെയിലിൽ വരും. ഓക്കെ. 65% ഇനഫല്ല. ആദ്യം നമ്മൾ എസ്സേയിലേക്ക് എത്തിയെന്ന് കരുതി നമ്മൾ പാസ്സായിക്കോണമെന്നില്ല. കാരണം പാസിംഗ് സ്കോർ 360 മാർക്സ് ഔട്ട് ഓഫ് 500, അതായത് ഒരു 73% അറൗണ്ട് നമുക്ക് വേണം അല്ലേ. അപ്പോൾ 65 ഇനഫല്ല. അപ്പോൾ നമുക്ക് റിസൾട്ട് ഇമെയിലിൽ വരും. 360, പാർട്ട് 2-ന് 360. ഓക്കെ. അപ്പോൾ ഈ എക്സാം എഴുതാമെന്ന് പറഞ്ഞു. പാർട്ട് പാസ്സാവാൻ പെർ പാർട്ടിന് 360 മാർക്സ് വേണമെന്ന് പറഞ്ഞു. 2 പാർട്ടും കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് IMA സർട്ടിഫിക്കേഷൻ തരും. ഓക്കെ. ഈ സർട്ടിഫിക്കേഷൻ ഒരു പ്രൊസീജിയേഴ്സ് ഉണ്ട്. അത് പിന്നീട് നമുക്ക് പാസ്സായ ശേഷം ഞാൻ തന്നെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. നമ്മളെല്ലാവരും ഉണ്ടാകും നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് ഈ സർട്ടിഫിക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്നത് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റ് അക്കൗണ്ടൻസ് എന്ന് പറഞ്ഞ ഒരു ബോഡിയാണ്. US ഒരു ബോഡിയാണത്. 100 വർഷത്തിന് മുകളിലായിട്ട് അവർ പ്രവർത്തിക്കുന്ന ഒരു ബോഡിയാണ്. 150 രാജ്യങ്ങളിൽ അവരുണ്ട്. അവരാണ് ആക്ച്വലി IMA ആണ് ആക്ച്വലി CMAൻ്റെ കണ്ടൻസും എല്ലാ കാര്യങ്ങളും എക്സാം നടത്തുന്നതും സർട്ടിഫിക്കേഷൻ ചെയ്യുന്നതും ഒക്കെ IMA നേരിട്ടാണ് നടത്തുന്നത്. ഇനി ലാസ്റ്റ് ഒരു കാര്യം കൂടിയും പറയാനുണ്ട്. ഇനി CMA പഠിക്കാനുള്ളൊരു ക്വാളിഫിക്കേഷൻ പറയും എന്താണെന്നുള്ളത്. IMA പറയുന്നത് നമുക്ക് ഗ്രാജുവേഷൻ മിനിമം വേണം. ഏതും ആവാം. BCom തന്നെ വേണമെന്നില്ല. MCom, BA അല്ലെങ്കിൽ BSCയോ എന്തും ആവാം. മിനിമം ഗ്രാജുവേഷൻ, ഏത് ഗ്രാജുവേഷൻ ആവാം. 2 ഇയർ വർക്ക് എക്സ്പീരിയൻസ്. 2 ഇയർ വർക്ക് എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് അക്കൗണ്ട് അസിസ്റ്റൻറ്റോ എന്തും ആവാം. നമുക്കൊരു വർക്ക് ചെയ്തൊരു എക്സ്പീരിയൻസ്, ഫൈനാൻസുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലുമൊക്കെ ഒരു എക്സ്പീരിയൻസ് നമുക്ക് വേണം 2 വർഷത്തെ. ഓക്കെ. നമ്മൾ എക്സാം പാസ്സായി കഴിയുമ്പോൾ. ഇനി അഥവാ നമുക്ക് വിചാരിക്കാം, നമുക്ക് എക്സാമിന് ഇപ്പോൾ കുറേ സ്റ്റുഡൻസൊക്കെ പഠിക്കുന്നുണ്ട്. അവർക്ക് എന്താണെന്ന് വെച്ചാൽ എക്സാം പാസ്സായി കഴിഞ്ഞിട്ട് 3 വർഷത്തിനുള്ളിൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഗ്രാജുവേഷൻ സർട്ടിഫിക്കറ്റ് IMAക്ക് അയച്ചു കൊടുക്കണം, പ്ലസ് 2 ഇയർ വർക്ക് എക്സ്പീരിയൻസ്. ഓക്കെ. അപ്പോൾ പാർട്ട് ടൈം ആയാലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ വർക്ക് എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. 3 വർഷം ഗ്രാജുവേഷനും ഉണ്ടായിരിക്കണം. ഐദർ ബിഫോർ ദ സർട്ടിഫിക്കേഷൻ ഓർ 3 ഇയർ ആഫ്റ്റർ ദ പാസിംഗ് ഓഫ് CMA എക്സാംസ്. ഓക്കെ. 2 പാർട്ടും പാസ്സായ ശേഷം മാത്രം. P1 പാസ്സായിട്ട് പാർട്ട് 1 പാസ്സായ ശേഷമല്ല, പാർട്ട് 1ഉം 2ഉം പാസ്സായി കഴിഞ്ഞിട്ട് 3 വർഷത്തിന് ശേഷം നമുക്ക് കിട്ടും. നമ്മൾ സർട്ടിഫിക്കേഷൻ കാണിച്ചു കൊടുത്താലും മതി കേട്ടോ. പിന്നെ ഇപ്പം നമുക്ക് ലീപ് ട്രെയിനിങ്ങിൽ ആക്ച്വലി ഒരു എമറാത്തി ഉണ്ടായിരുന്നു. അവർ ഇത്തിഹാദിലെ ടോപ്പ് പൊസിഷനിൽ വർക്ക് ചെയ്യുന്ന ഒരു ലേഡി ആയിരുന്നു. അവർക്ക് ആക്ച്വലി ഡിപ്ലോമ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ IMA നമുക്ക് സ്പെഷ്യൽ പെർമിഷൻ എടുത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു ഒരു സമയത്ത്. അപ്പോൾ അങ്ങനെ അവരുടെ എക്സ്പീരിയൻസ് ബേസ് ചെയ്തുകൊണ്ടും IMA ചില സമയങ്ങളിൽ നമുക്ക് അലോ ചെയ്യാറുണ്ട്. അപ്പോൾ അത്രയും വലിയ ടോപ്പ് പൊസിഷനിൽ ഇരിക്കുന്നവർക്കൊക്കെയാണ് അത് IMA കൊടുക്കുന്ന ഒരു പ്രിവിലേജ്. കാരണം അവരുടെ പ്രൊഫൈലൊക്കെ നോക്കിയിട്ടാണ് അത് കൊടുക്കുക. എൻ്റെ സ്റ്റുഡൻ്റ് ആയിരുന്നു, നമ്മുടെ ലീപ് ട്രെയിനിങ്ങിലെ സ്റ്റുഡൻ്റ് ആയിരുന്നു. അവർ CMA പാസ്സായി പോയി. അപ്പോൾ അങ്ങനെയും ചില എക്സെപ്ഷണൽ കേസസ് ഉണ്ട് എന്ന് മാത്രം ഞാൻ പറയുന്നു. പക്ഷേ നമ്മളെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഗ്രാജുവേഷൻ ഉണ്ടായിരിക്കണം, 2 ഇയർ വർക്ക് എക്സ്പീരിയൻസ്. അപ്പോൾ ഓൾറെഡി മിക്ക ആളുകൾക്കും UAE ഗ്രാജുവേഷനും ഉണ്ട്, വർക്ക് എക്സ്പീരിയൻസും ഉണ്ട്. ഇനി നമുക്ക് ഇപ്പോൾ CMA എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. ഞാൻ ഏറ്റവും ചുരുങ്ങിയ വാക്കുകളിൽ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് പറഞ്ഞതാണ്. ഇനി നമുക്ക് CMA പഠിക്കണോ നമ്മൾ ശരിക്കും? എന്താണ് ഇതിനെ കൊണ്ടുള്ളൊരു ഗുണമുള്ളത്? എന്താണ് CMAൻ്റെ അഡ്വാൻറ്റേജ്? എന്ത് വാല്യൂ ആണ് CMA നമുക്ക് ആഡ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ആൻഡ് സി യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.